ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പാർട്ടി നടപടി നേരിടുന്ന ആളാണ് പത്മകുമാർ. വലിച്ചു പുറത്തിടുമെന്ന് MV ഗോവിന്ദൻ. ഉളുപ്പുണ്ടോ ഗോവിന്ദ തനിക്കൊക്കെ? പാർട്ടിക്കാരിൽ നിന്ന് തന്നെ ഇപ്പോൾ പൂര തെറിവിളിയാണ് പാർട്ടി സെക്രട്ടറിക്കും പിണറായി വിജയനും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പത്മകുമാറിനെ വലിച്ചു പുറത്തേക്കിടാൻ അങ്ങ് മുട്ടി നിൽക്കുകയാണ് ഗോവിന്ദന്. ഇതേ ഗോവിന്ദനോട് പാർട്ടിക്കാർ തന്നെ പത്തനംതിട്ടയിലെയും അതുപോലെ മറ്റു പാർട്ടിക്കാർ ഉൾപ്പെടെ നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നതാണ് പത്മകുമാറിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണമെന്ന്. എപ്പോഴാണെന്നല്ലേ? അതായത് സ്വർണ്ണക്കൊള്ള കേസിൽ പത്മകുമാറിനെതിരെ ആരോപണവും വിവാദവും കത്തി നിന്നപ്പോഴും, പിന്നീട് പത്മകുമാർ പോലീസിന്റെ കസ്റ്റഡിയിലായപ്പോഴും, ജയിലിൽ കയറിയപ്പോഴും നിരന്തരം ജാമ്യാപേക്ഷകൾ കോടതി തള്ളിക്കളയുകയും ചെയ്ത ഘട്ടത്തിൽ പാർട്ടിക്കാർ പല ആവർത്തി പറഞ്ഞു പത്മകുമാറിനെ മാറ്റി നിർത്തണം, അയാളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണമെന്ന്. എന്നാൽ അപ്പോഴൊക്കെ പൊതിഞ്ഞു പിടിക്കുന്ന നടപടിയായിരുന്നു പിണറായി വിജയനും MV ഗോവിന്ദനും സ്വീകരിച്ചു കൊണ്ടിരുന്നത്. അതായത് ജയിലിൽ കിടക്കുമ്പോൾ പാർട്ടിയും കൂടി കൈവിട്ട് കഴിഞ്ഞാൽ പത്മകുമാറിന്റെ നാവിൻ തുമ്പിൽ നിന്ന് ഉന്നതന്മാരുടെ ആരുടെയെങ്കിലും പേര് പുറത്തേക്ക് വന്നാൽ അത് പണിയാണല്ലോ. ഇനി അഥവാ ദൈവതുല്യൻ ആരാണെന്ന് പത്മകുമാർ വിളിച്ചു കൂവിക്കഴിഞ്ഞാൽ പണി പാളും എന്നറിയാവുന്നത് കൊണ്ട് അന്നൊക്കെ ചേർത്ത് പിടിക്കുകയായിരുന്നു പത്മകുമാറിനെ. അന്ന് പത്തനംതിട്ടയിലെ പാർട്ടിക്കാർ തന്നെ ആവർത്തിച്ചു പറഞ്ഞു ഇത് വലിയ തിരിച്ചടി ഉണ്ടാക്കും, തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ വരാൻ പോകുകയാണ്, പത്മകുമാറിനെതിരെ നടപടി എടുക്കണം, മാറ്റി നിർത്തണം, ശബരിമല വലിയൊരു വികാരമാണ്, അവിടെ കൈവച്ചാൽ പാർട്ടിക്ക് വലിയ തിരിച്ചടി കിട്ടുമെന്ന്. അപ്പോഴും അത് കേൾക്കാതെ പാർട്ടി പ്രവർത്തകരെയും പ്രാദേശിക നേതാക്കളെയും അണികളെയും എല്ലാം വലിച്ചു പുറത്തിടുന്ന നിലപാടായിരുന്നു MV ഗോവിന്ദനും പിണറായിയും സ്വീകരിച്ചത്. അതായത് പത്മകുമാറിനെ അങ്ങ് ചേർത്ത് പിടിക്കുകയായിരുന്നു. കൈവിട്ട് കളയാൻ കഴിയില്ല എന്നൊക്കെയുള്ള നടപടികളും പ്രസ്താവനകളുമായിരുന്നു പിണറായി വിജയന്റെ വായിൽ നിന്ന് വന്നത്. ഇത് മാത്രമല്ല, അന്ന് നിരന്തരം പാർട്ടിക്കാർ MV ഗോവിന്ദന് നേരെ വലിയ വിമർശനം ഉന്നയിച്ചു പത്മകുമാറിനെതിരെ നടപടി എടുക്കാത്തതിൽ. അന്ന് ഇതേ MV ഗോവിന്ദൻ പറഞ്ഞ നിലപാട് എന്തായിരുന്നു? ആരോപണ വിധേയൻ മാത്രമാണ് പത്മകുമാർ, കേസ് മുന്നോട്ട് പോകട്ടെ, സത്യങ്ങൾ പുറത്തേക്ക് വരട്ടെ, എന്നിട്ട് നടപടി സ്വീകരിക്കാം എന്ന നിലപാട് വരെ പറഞ്ഞ ആളാണ് ഇതേ MV ഗോവിന്ദൻ. ആ ഗോവിന്ദനാണ് ഇന്നിപ്പോൾ പ്ലേറ്റ് മാറ്റിയിരിക്കുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നടപടി നേരിടുന്ന ആളാണ് പത്മകുമാർ എന്ന് ഇപ്പോൾ പറയുന്ന ഗോവിന്ദൻ അന്ന് എന്തുകൊണ്ട് ഈ നിലപാട് നിങ്ങൾ പറയാൻ തയ്യാറായില്ല? നിലപാടെന്ന് പറയുന്നില്ല, കാരണം നിങ്ങൾക്കതില്ലല്ലോ. അപ്പോൾ കാണുന്നവനെ അപ്പ എന്ന് വിളിക്കുന്ന സ്വഭാവമാണ് ഗോവിന്ദനുള്ളത്. അതിവിടെയും കാണിച്ചു. ഇപ്പോൾ പത്മകുമാറിനെതിരെ തിരിയാൻ ചില കാരണങ്ങളുണ്ട്. കാരണം ചില വെളിപ്പെടുത്തലുകൾ, ശബരിമലയുമായി ബന്ധപ്പെട്ട ചില വെളിപ്പെടുത്തലുകൾ, നിർണായക വെളിപ്പെടുത്തലുകൾ പത്മകുമാർ നടത്തി കഴിഞ്ഞിട്ടുണ്ട്. അത് പാർട്ടിയെ വല്ലാതെ പൊള്ളിക്കുന്നു. ശബരിമലയിൽ ചില ഉന്നതരുടെ CPM ഉന്നതരുടെ അതിരുവിട്ട കൈകടത്തൽ ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് പത്മകുമാർ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ദൈവതുല്യൻ ആരാണെന്ന് ഇതുവരെ പത്മകുമാർ പറയാൻ തയ്യാറായിട്ടില്ല. പക്ഷേ വരും ദിവസങ്ങളിൽ പത്മകുമാറിന്റെ നാവിൻ തുമ്പിൽ നിന്ന് തന്നെ ദൈവതുല്യൻ ആരാണ് എന്നുള്ള വിവരം പുറത്തേക്ക് വരും. കാരണം ഇപ്പോൾ അയാൾ പാർട്ടിക്കെതിരെ ശക്തമായി തിരിഞ്ഞിരിക്കുകയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഉൾപ്പെട്ട വിവാദത്തിൽപ്പെട്ട ജയിലിൽ കിടന്ന ആരെയും ഇപ്പോൾ സംരക്ഷിക്കാൻ CPM തയ്യാറാകുന്നില്ല. കാരണം ഇനിയും അവരെ ചേർത്ത് പിടിക്കാൻ ചെന്നാൽ ഇപ്പോൾ കിട്ടിയ അടിയുടെ 10 ഇരട്ടി അടി കിട്ടുമെന്നറിയാം. അതുകൊണ്ടാണ് പത്മകുമാറിനെയൊക്കെ ഇപ്പോൾ തള്ളിപ്പറയുന്നത്. മുരാരി ബാബു പിന്നെ മരിച്ചു പോയതുകൊണ്ട് ചെറിയൊരു ആശ്വാസം. വലിയ വിവരങ്ങളൊന്നും മുരാരി ബാബുവിൽ നിന്ന് ഇനി പുറത്തേക്ക് വരാനില്ലല്ലോ. പക്ഷേ മുരാരി ഒരുപാട് സത്യങ്ങളും കൊണ്ടാണ് ചിതയിലേക്ക് വീണത്. അയാളെ വേണ്ട രീതിയിൽ കസ്റ്റഡിയിൽ ഉള്ളപ്പോൾ കുടഞ്ഞിരുന്നെങ്കിൽ പലതും ഇതിനേക്കാൾ കുറച്ചുകൂടി സത്യങ്ങൾ പുറത്തേക്ക് വരുമായിരുന്നു. എന്തായാലും മുരാരി ബാബു അയാളുടെ തലയും കൊണ്ട് പോയിട്ടുണ്ട്. ഇനിയുള്ള തലകൾ, അതായത് ഇപ്പോൾ ജയിലിൽ കിടന്ന പല തലകളും CPMനെ സംബന്ധിച്ചിടത്തോളം വെല്ലുവിളി തന്നെയാണ്. പത്മകുമാർ ഒരറ്റത്തൂടെ ചിലതൊക്കെ വിളിച്ചു പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ഇത് വലിയ പൊട്ടിത്തെറിയിലേക്ക് എത്തും. അതിനിടയിലാണ് ഇപ്പോൾ MV ഗോവിന്ദൻ തന്നെ പത്മകുമാറിനെ ചൊടിപ്പിച്ചുകൊണ്ട് അയാൾ സ്വർണ്ണക്കൊള്ളയിൽ നടപടി നേരിടുന്ന ആളാണ് എന്നൊക്കെ പറഞ്ഞ് വലിച്ചു പുറത്തിട്ടിരിക്കുന്നത്. MV ഗോവിന്ദനെ ചവിട്ടി പുറത്താക്കണമെന്നുള്ള ആവശ്യം ഇപ്പോൾ വീണ്ടും ശക്തമാകുകയാണ്. കാരണം വേണ്ട സമയത്ത് വേണ്ട തീരുമാനങ്ങൾ എടുക്കാതെ അന്നൊക്കെ ആരോപണ വിധേയരെ താങ്ങിയും തലോടിയും നിന്നിട്ട് ഇന്നിപ്പോൾ അവർ ചില സത്യങ്ങൾ വിളിച്ചു പറയാൻ തുടങ്ങിയപ്പോൾ അവർ വെറുക്കപ്പെട്ടവരാകുന്നു, അവരെ പാർട്ടിയിൽ നിന്ന് ഉടൻ തന്നെ പുറത്താക്കണം എന്നൊക്കെയുള്ള നടപടി സ്വീകരിക്കുന്നത് ഇവർക്ക് എന്തൊക്കെയോ ഭയക്കാനുള്ളത് കൊണ്ടാണ് എന്നുള്ള ചില വാദങ്ങളാണ് പാർട്ടിയിൽ നിന്ന് തന്നെ ഉയർന്നു വരുന്നത്. പത്തനംതിട്ടയിൽ കനത്ത തിരിച്ചടിയായിരുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് കിട്ടിയത്.
പത്മകുമാറിനെതിരെയൊക്കെ അന്നേ നടപടി എടുത്തിരുന്നുവെങ്കിൽ ഇത്രത്തോളം വലിയ തിരിച്ചടി കിട്ടുമായിരുന്നില്ല. ശബരിമല വലിയ രീതിയിലായിരുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM-നെ തിരിച്ചടിച്ചത്. എല്ലാം അങ്ങ് തങ്ങൾക്ക് അനുകൂലമായി എന്നൊക്കെയുള്ള കണക്കുകൂട്ടലായിരുന്നു CPM-ന്. ശബരിമല ഒരു തിരിച്ചടിയേ അല്ല എന്നൊക്കെ ആയിരുന്നല്ലോ വാർത്താ സമ്മേളനത്തിൽ MV ഗോവിന്ദൻ തെരഞ്ഞെടുപ്പിന് മുൻപ് വരെ പറഞ്ഞുകൊണ്ടിരുന്നത്. ശബരിമല എങ്ങനെയാണ് CPM-ന് വെല്ലുവിളിയാകാൻ പോകുന്നത്? അതൊരു വെല്ലുവിളിയേ അല്ല, ശബരിമലയിൽ വേണ്ട നടപടികൾ ഞങ്ങൾ അങ്ങ് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നൊക്കെയായിരുന്നു കിട്ടുന്ന വാർത്താ സമ്മേളനത്തിലൊക്കെ കയറി ഇറങ്ങി MV ഗോവിന്ദൻ പറഞ്ഞത്. ഒടുക്കം തെരഞ്ഞെടുപ്പിൽ പെട്ടി പൊട്ടിച്ചപ്പോൾ ശബരിമല കൂടിയാണ് വൻപൻ അടിയായി തിരിച്ചു കിട്ടിയത്. എന്നിട്ട് ഇപ്പോൾ ഈ പറയുന്ന കൂട്ടരെ എല്ലാവരെയും പുറത്താക്കണം എന്നുള്ള നിലപാട് സ്വീകരിക്കുമ്പോൾ ഗോവിന്ദനും പിണറായിക്കുമൊക്കെ ഡബിൾ ഡാഡി സിൻഡ്രോം അല്ല, മൾട്ടിപ്പിൾ ഡാഡി സിൻഡ്രോം ആണെന്ന് പാർട്ടിക്കാർ തന്നെ പറയുകയാണ്. ശബരിമലയിൽ യുവതികൾ പ്രവേശിക്കുന്ന ദിവസം തന്നെയും ADGP S ശ്രീജിത്തിനെയും ബോധപൂർവം സന്നിധാനത്ത് നിന്ന് മാറ്റിയെന്ന പത്മകുമാറിന്റെ വെളിപ്പെടുത്തലിൽ പ്രതികരിച്ചപ്പോഴായിരുന്നു ഗോവിന്ദൻ പത്മകുമാറിനെ തള്ളിപ്പറഞ്ഞത്. പത്മകുമാറിന്റെ പ്രസ്താവനകൾക്ക് മറുപടി പറയേണ്ട കാര്യം തനിക്കില്ല എന്നാണ് ഗോവിന്ദൻ പ്രതികരിച്ചത്. ഇക്കാര്യത്തിൽ വ്യക്തത വേണ്ടവർ പത്മകുമാറിനെ തന്നെ ബന്ധപ്പെടണമെന്നും ഗോവിന്ദൻ കൂട്ടിച്ചേർത്തു. അതെ, മാധ്യമങ്ങൾ വരും ദിവസങ്ങളിലൊക്കെ പത്മകുമാറിനെ ബന്ധപ്പെടും. അപ്പോൾ പത്മകുമാറിന്റെ വായിൽ നിന്ന് ഇങ്ങനെ പലതും പുറത്തേക്ക് വന്നുകൊണ്ടേയിരിക്കും. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പ്രതിയായ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗം A പത്മകുമാറിനെതിരെ പാർട്ടി കടുത്ത നടപടി സ്വീകരിക്കുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിക്ക് CPM സംസ്ഥാന നേതൃയോഗം ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശം നൽകി കഴിഞ്ഞിട്ടുണ്ട്. പാർട്ടി അംഗത്വം പുതുക്കാതിരുന്ന പത്മകുമാർ കഴിഞ്ഞ ആഴ്ച അത് പുതുക്കിയിരുന്നു. ഇപ്പോൾ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കാൻ CPM ആലോചിക്കുന്നതായിട്ടാണ് വിവരം. നാളെ ചേരുന്ന ജില്ലാ കമ്മിറ്റി യോഗം തീരുമാനമെടുക്കും. ജില്ലാ കമ്മിറ്റി യോഗത്തിൽ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളും പങ്കെടുക്കുമെന്നാണ് വിവരങ്ങൾ. പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി രൂപീകൃതമായതു മുതൽ അംഗമാണ് പത്മകുമാർ. അങ്ങനെ നിസ്സാരക്കാരനൊന്നും അല്ല പത്മകുമാർ. കാരണം പത്തനംതിട്ടയിൽ പിണറായി വിജയൻ ഒരു വേരോട്ടം ഉണ്ടാക്കിയെടുത്തതിൽ പ്രധാനി പത്മകുമാർ ആയിരുന്നു. പിണറായി വിജയന്റെ വലങ്കൈയായിരുന്നു പത്മകുമാർ. അങ്ങനെ പത്തനംതിട്ടയിൽ തനിക്ക് വേണ്ടി പലതും ചെയ്ത പത്മകുമാറിന് വലിയ സ്ഥാനമാനങ്ങൾ കൊടുത്തതും പിണറായി വിജയനായിരുന്നു. ശബരിമലയിലേക്ക് കൊണ്ടെത്തിക്കുന്നതും ദേവസ്വം ബോർഡിന്റെ താക്കോൽ സ്ഥാനം തന്നെ പത്മകുമാറിന് കൊടുക്കുന്നതുമൊക്കെ അതിന് മുന്നിൽ നിന്നതും പിണറായി വിജയൻ തന്നെയായിരുന്നു. ഒടുക്കം ഇപ്പോൾ സത്യങ്ങൾ ഓരോന്നായി പത്മകുമാർ പുറത്തേക്ക് പറഞ്ഞു തുടങ്ങിയപ്പോൾ ഭയം തുടങ്ങിയിരിക്കുകയാണ് പിണറായിക്കും ഗോവിന്ദനും ഒക്കെ. കാരണം പത്മകുമാർ ആരുടെയൊക്കെ പേര് പുറത്ത് പറയും, അതാണ് ഇവരെയൊക്കെ ഭയപ്പെടുത്തുന്നത്. പോലീസുകാർ അന്ന് പിടിച്ചുകൊണ്ടു പോകുമ്പോൾ പത്മകുമാറിന്റെ നാവിൻ തുമ്പിൽ നിന്ന് വന്ന ഒരു വാചകമുണ്ടായിരുന്നു, ദൈവതുല്യർക്കൊക്കെ ഇതിൽ പങ്കുണ്ടെന്ന്. അന്നു മുതൽ കേരളം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് പത്മകുമാർ പറഞ്ഞ ആ ദൈവതുല്യൻ ആരാണ് എന്ന്. പിന്നീട് അത് തന്ത്രിയാണോ, മന്ത്രിയാണോ, മുഖ്യമന്ത്രിയാണോ എന്ന് വരെ അന്ന് പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് ചോദ്യം ഉയർന്നതായിരുന്നു. എന്നാൽ ഒരു ചിരി മാത്രമായിരുന്നു പത്മകുമാറിൽ ഉണ്ടായിരുന്നത്. അതിനുശേഷം പത്മകുമാർ ജയിലിൽ അകപ്പെടുന്നു. ജയിലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയാത്ത ഒരവസ്ഥ വരുന്നു. നിരന്തരം ഹർജികൾ, ജാമ്യ ഹർജികൾ ഫയൽ ചെയ്തിട്ടും കോടതി അത് മുഖവിലേക്ക് എടുക്കാതെ കീറി എറിയുന്നു. പിന്നീട് 90 ദിവസത്തിന് ശേഷം സ്വാഭാവിക ജാമ്യമാണ് ഈ സ്വർണ്ണക്കൊള്ള കേസിൽ ഉൾപ്പെട്ടവർക്കൊക്കെ കിട്ടിയത്. അതുവരെ കോടതി ഇവരുടെ ജാമ്യ ഹർജികൾ കീറി എറിയുകയായിരുന്നു.